തൂങ്ങി കെട്ടി നിൽക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ എവിടെയോ പോവായിരുന്നില്ലേ? നിങ്ങളുടെ സംശയം തെറ്റിയിട്ടില്ല. ഞാനൊരു സ്ഥലം വരെ പോവാട്ടോ. അങ്ങനെ ദൂരമുള്ള സ്ഥലമൊന്നുമല്ല, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിത്തൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ ഉത്സവമാട്ടോ ഒന്ന്. അപ്പോൾ കുറേ ആൾക്കാരും എല്ലാവരും ഉണ്ട്. രാവിലെ ഓൾറെഡി ഞാൻ പോയി തൊഴുത്, പിന്നെ അതിനുശേഷം ഡ്യൂട്ടിക്കൊക്കെ പോയി. ഉച്ചയാകുമ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഇവിടെ നിന്ന് തന്നെ ആട്ടോ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചോറും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം വൈകുന്നേരം ആയപ്പോഴേക്കും ഈ അമ്പലമൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ! ഇങ്ങനെ നിറഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ടെന്നറിയാം. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയും പോയി കുറേ സമയം അവിടെ ഇരുന്നു കേട്ടോ. ഉറക്കമൊഴിഞ്ഞ് തിര കാണാനുള്ള ഒരു ഇതെനിക്കില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഞാനങ്ങനെ ഉറക്കമൊഴിഞ്ഞിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയമാകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു പണിക്ക് നിൽക്കാറില്ല. അതുവരെയുള്ള എല്ലാ പരിപാടികളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ പക്ഷേ ഉറക്കമൊഴിഞ്ഞ് എല്ലാ തറയും കാണാൻ ഏട്ടനത് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ ഉറക്കമൊഴിഞ്ഞിരുന്ന് കാണും. അത് മാത്രമല്ല, എനിക്ക് പിറ്റേന്ന് നൈറ്റും കയറാനുള്ളതുകൊണ്ട് ഞാൻ പിന്നെ വലിയ ഇൻട്രസ്റ്റ് എടുത്തില്ല കേട്ടോ. ഉറക്കമൊഴിഞ്ഞ് എല്ലാ തറയും കണ്ട് ഏട്ടൻ 4:30 ആകുമ്പോഴാട്ടോ വന്നത്. നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടത്തെയൊക്കെ പ്രാർത്ഥന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ കണ്ണു പോവുക നമ്മുടെ അവിടുത്തെ ചന്തയിലേക്ക് ആയിരിക്കില്ലേ. അങ്ങനെ അവിടെ പോയി വെറുതെ ആവശ്യമില്ലാണ്ട് ഓരോന്നിനും വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ച് നേരെ ഫുഡിൻ്റെ അടുത്തേക്ക് പോയിട്ടോ. ഒരുപാട് കടകളൊന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ കടകളുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് മുളക് വെച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം കോളിഫ്ലവറും വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ അതേപോലെ പോയി വാങ്ങി കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ.